Hi everyone, welcome back to X and Y Olympiads. So IOQM എക്സാമിനേഷന്റെ സിലബസ് ഡിസ്കഷനുമായിട്ടാണ് ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞാൻ വന്നിട്ടുള്ളത്. സോ IOQMനെ നിങ്ങൾ എല്ലാവരും രജിസ്റ്റർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ജൂലൈ 25 ആണ് രജിസ്റ്റർ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവരെ അത് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഇത് അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരിലേക്കും ഈ ഒരു ഇൻഫർമേഷൻ ജസ്റ്റ് ഒന്ന് എത്തിക്കാം. അതുപോലെ തന്നെ IOQമിനുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സസ് നമ്മുടെ എക്സാം വൈ ഒളിമ്പ്യാഡ്സിന്റെ യൂട്യൂബ് ചാനൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ക്ലാസ് മാത്രമല്ല, അതായത് കൺസെപ്റ്റ് ക്ലാസ് മാത്രമല്ല, അതിന്റെ കൂടെ തന്നെ ഓരോ ക്ലാസിന്റെയും ഡിസ്കഷൻസ് നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതായത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ആ ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ട് നമ്മൾ സോൾവഡ് ആയിട്ട് കൊടുക്കുന്നുണ്ട്. സോ യു ക്യാൻ ചെക്ക് ഔട്ട്. സോ നമ്മൾ ഇന്ന് മെയിൻ ആയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ സിലബസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ IOQM 2025 ഏതൊക്കെ മേജർ ഏരിയാസ് ആണ് വരുന്നത്, എത്ര മാർക്കിനാണ് വരുന്നത്, പിന്നെ പ്രീവിയസ് ഇയറിൽ ഏതൊക്കെ മാർക്കിന്റെ എത്ര ക്വസ്റ്റ്യൻ ഒക്കെ ആയിരുന്നു എക്സാമിന് വന്നിട്ടുണ്ടായിരുന്നത്, ഇങ്ങനെയുള്ള മെയിൻ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യും. സോ ലെറ്റ് സ്റ്റാർട്ട്. സോ ഫസ്റ്റ് നമുക്ക് ഒളിമ്പ്യാഡ്സിന്റെ ഡിഫറെന്റ് സ്റ്റേജസ് ഒന്ന് പരിചയപ്പെടാം. സോ ഫസ്റ്റ് സ്റ്റേജ് ആണ് IOQM എന്ന് പറയുന്നത്, അതായത് ഇന്ത്യൻ ഒളിമ്പ്യാഡ് ക്വാളിഫയർ ഇൻ മാത്തമാറ്റിക്സ്. അതിൽ നിന്ന് സെലക്ട് ആവുന്നവർക്ക് നമ്മുടെ രണ്ടാം സ്റ്റേജ് ആയിട്ടുള്ള റീജിയണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ്, അതായത് RMO എന്ന് പറയുന്ന സ്റ്റേജിലോട്ട് എത്തും. നെക്സ്റ്റ് ആണ് തേർഡ് സ്റ്റേജ് ആയിട്ടുള്ള INMO, അതായത് ഇന്ത്യൻ നാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ് വരുന്നത്. അതിനുശേഷം അതിൽ നിന്ന് സെലക്ട് ആവുന്നവർക്ക് IMOയുടെ ട്രെയിനിങ് ക്യാമ്പ് ഉണ്ടായിരിക്കും. അതിനുശേഷമാണ് നമ്മുടെ ഇന്റർനാഷണൽ മാത്തമാറ്റിക്സ് ഒളിമ്പ്യാഡ്, അതായത് IMOയിലേക്ക് അവർ പോകുന്നുണ്ടായിരിക്കാം. സോ ഇത്രയാണ് 5 സ്റ്റേജസ് ആണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു ഒളിമ്പ്യാഡ് ജേർണിയിൽ വരുന്നത്. സോ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നവർക്ക് ഇന്റർനാഷണലി പോകാൻ വരെയുള്ള ഒരു ഓപ്ഷന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു IOQM എഴുതി അങ്ങനെ 5ാമത്തെ സ്റ്റേജിലൂടെ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ലഭിക്കുന്നുണ്ട്. സോ ഓൾറെഡി ഞാൻ പറഞ്ഞു, ജൂലൈ 25 ആണ് നിങ്ങൾക്ക് ലാസ്റ്റ് ഡേ ഓഫ് ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് എക്സാമിനേഷൻ വരുന്നത്, IOQMന്റെ എക്സാമിനേഷൻ വരുന്നത് 2025 സെപ്റ്റംബർ 7 ഒരു സൺഡേ ആണ് നിങ്ങൾക്ക് എക്സാമിനേഷൻ വരുന്നത്. നിങ്ങൾക്ക് ഓൾറെഡി അറിയുന്നത് പോലെ തന്നെ എക്സാമിനേഷൻ ഒരു 3 hour പാറ്റേണിലാണ് വരുന്നത്. ടോട്ടൽ മാർക്ക് എന്ന് പറയുന്നത് 100 ആണ്. സോ ഇത് ഫസ്റ്റ് സ്റ്റേജിന്റെ കേസാണ്, അതായത് IOQMന്റെ കേസാണ് ഞാൻ ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ എക്സാമിന്റെ മറ്റ് പാറ്റേണുകളിലേക്ക് നോക്കുന്ന സമയത്ത് ഇപ്പൊ ലാസ്റ്റ് ഇയറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ടോട്ടൽ മാർക്ക് 100 തന്നെ ആയിരുന്നു. അവിടെ നെഗറ്റീവ് മാർക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല, നോ നെഗറ്റീവ് മാർക്കാണ്. അതുപോലെ തന്നെ OMR ബേസ്ഡ് എക്സാം ആയിരുന്നു. ഓക്കെ, പിന്നെ വേറെ കാര്യം പറയാനുള്ളത്, നമുക്ക് 10 ക്വസ്റ്റ്യൻസ് 2 മാർക്കിന്റെ ആയിരുന്നു. ലാസ്റ്റ് ഇയറിലെ ഒരു പാറ്റേൺ ആണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ആയിരുന്നു, ബാക്കിയുള്ള 10 ക്വസ്റ്റ്യൻ 5 മാർക്കിന്റെ ആയിരുന്നു. സോ 10 into 2 20, 10 into 3 30, 10 into 5 50, ഇങ്ങനെ ടോട്ടൽ 100 മാർക്കിനായിരുന്നു ലാസ്റ്റ് ഇയർ എക്സാമിനേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷേ മുൻ വർഷങ്ങളിലൊക്കെ 24 ക്വസ്റ്റ്യൻസ് വന്ന എക്സാം പാറ്റേൺ ഉണ്ടായിട്ടുണ്ട്. സോ ലാസ്റ്റ് ഇയറിൽ ഈ ഒരു രീതിയിലായിരുന്നു, 2024 ഈ ഒരു രീതിയിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ആൻസേഴ്സ് വരുന്നത്, IOQമിൽ നമുക്ക് ആൻസേഴ്സ് വരിക 0 മുതൽ 99 വരെയുള്ള ഇൻഡിജേഴ്സ് ആണ് നമുക്ക് ആൻസേഴ്സ് വരിക. അതായത് നമുക്ക് റിട്ടേൺ ആയിട്ടൊന്നും എഴുതാനുണ്ടായിരിക്കില്ല, ജസ്റ്റ് 0 മുതൽ 99 വരെയുള്ള ഏതെങ്കിലും ഒരു ഇൻഡിജർ ആയിരിക്കും ഓരോ ക്വസ്റ്റ്യനും ആൻസർ ആയിട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, ഇനി നമുക്ക് സിലബസിലോട്ട് എന്ത് ചെയ്യാം ഒന്ന് ജസ്റ്റ് നോക്കാം. 5 ഡിഫറെന്റ് ഏരിയാസിലായിട്ടാണ് മേജർലി IOQമിന്റെ സിലബസ് വരുന്നത്. സോ അതിൽ ഫസ്റ്റ് ഏരിയ ആണ് നമ്പർ തിയറി, രണ്ടാമത്തതാണ് അൽജിബ്ര, മൂന്നാമത്തതായിട്ട് നമുക്ക് വരുന്നതാണ് കോമ്പിനാറ്റോറിക്സ്, നാലാമത്തതാണ് ജോമെട്രി, അഞ്ചാമത്തതാണ് ട്രിഗണോമെട്രി. സോ ഈ ഒരു 5 ഏരിയാസിൽ മിനിമം ഒരു ഏരിയ എങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ ഇൻഡെപ്ത് ആയിട്ട് പഠിച്ചിട്ട് പോകണം. അപ്പൊ 5 ഏരിയയും കൃത്യമായിട്ട് എല്ലാം പഠിച്ച് IOQM എക്സാം എഴുതണം നിർബന്ധമില്ല. കാരണം നിങ്ങൾക്ക് ഇപ്പൊ ലാസ്റ്റ് ഇയറിലൊക്കെ ഒരു കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ കേരള റീജിയണിന് ഒരു 17% മാർക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഒരു 1-2 ഏരിയാസ് വളരെ കൃത്യമായിട്ട് ഡീപ്പായിട്ട് പഠിച്ചിട്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, IOQമിന്റെ ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള IOQമിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, സോ ഈ ഒരു ടോപ്പിക്കിലൊക്കെ തന്നെ എന്തൊക്കെയാണ് മേജർ ആയിട്ട് വരുന്നത് എന്നുള്ളതും കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. സോ ഫസ്റ്റ് ബേസിക്സ് ഓഫ് അൽജിബ്രയിൽ നമുക്ക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ തിയറീസ് റിലേറ്റഡ് ടു പോളിനോമിയൽസ് വരുന്നുണ്ട്, അൽജിബ്രായിക് ഐഡന്റിറ്റീസ് ആൻഡ് എക്സ്പ്രഷൻസ് വരുന്നുണ്ട്, ലീനിയർ ഇക്വേഷൻ വരുന്നുണ്ട്, ലാസ്റ്റ് വൺ പ്രാക്ടിക്കൽ മാത്തമാറ്റിക്സും ആണ് വരുന്നത്. ഓക്കെ, ഇനി നമ്മൾ ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ കേസിലോട്ട് വരുന്ന സമയത്ത് അവിടെ ഇനിക്വേഷൻസ് ആൻഡ് മോഡുലസ്, നെക്സ്റ്റ് ക്വാഡ്രാറ്റിക് ഇക്വേഷൻ, നെക്സ്റ്റ് റൂട്ടും അതുപോലെ തന്നെ കോഫിഷ്യന്റും തമ്മിലുള്ള റിലേഷൻ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരാം, നാച്ചുറൽ ഓഫ് റൂട്ട്സ്, അതുപോലെ തന്നെ ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷന്റെ മാക്സിമം അതുപോലെ തന്നെ മിനിമം വാല്യൂസ് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ലാസ്റ്റ് വൺ ആയിട്ട് നമുക്ക് ഫംഗ്ഷണൽ ഇക്വേഷനും അവിടെ ആ ഒരു ടോപ്പിക് റിലേറ്റ് ചെയ്തിട്ട് ചോദിക്കാം. നെക്സ്റ്റ് സീക്വൻസ് ആൻഡ് സീരീസിലോട്ട് വരുന്ന സമയത്ത് അവിടെ ഒബ്വിയസ്ലി നമുക്ക് അരിത്തമെറ്റിക് പ്രോഗ്രഷൻസ് ഉണ്ടാവും, ജോമെട്രിക് പ്രോഗ്രഷൻ ഉണ്ടാവും, അതുപോലെ തന്നെ HP ആൻഡ് AGP അല്ലെ, അതായത് ഹാർമോണിക് പ്രോഗ്രഷൻ, അതുപോലെ തന്നെ അരിത്തമെറ്റിക്കോ ജോമെട്രിക് പ്രോഗ്രഷനോ ഒക്കെ അവിടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ സം ഓഫ് സീരീസ്, അതുപോലെ തന്നെ ടെലിസ്കോപ്പിക് സീരീസ്, പിന്നെ ഡിഫറെന്റ് മീൻസ്, അരിത്തമെറ്റിക് മീൻ, ജോമെട്രിക് മീൻ, ഹാർമോണിക് മീൻ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഡിഫറെന്റ് മീൻസ് പഠിക്കുന്നുണ്ട്. സോ അതും നിങ്ങൾക്ക് സീക്വൻസ് ആൻഡ് സീരീസ് റിലേറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. നെക്സ്റ്റ് നമ്പർ സിസ്റ്റത്തിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് ലോഗരിതം വരുന്നുണ്ട്,
ഫാക്ടേഴ്സ് ആൻഡ് മൾട്ടിപ്പിൾസ്, HCF ആൻഡ് LCM, ഫാക്ടോറിയൽ ആൻഡ് ബൈനോമിയൽ തിയറം, NCR നൊട്ടേഷൻ, അതുപോലെ തന്നെ മോഡുലസ്, GIF, FBF, അതുപോലെ തന്നെ ബേസ് സിസ്റ്റം എന്നിങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെയാണ് മെയിൻ ആയിട്ട് അവിടെ വരുന്നത്. ഓക്കെ, കോമ്പിനാറ്റോറിക്സിൽ നിങ്ങൾക്ക് സെറ്റ് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഒബ്വിയസ്ലി, പിന്നെ ഫോർമേഷൻ ഓഫ് ഗ്രൂപ്പ്, പെർമ്യൂട്ടേഷൻ ഓഫ് അലൈക്ക് ഒബ്ജക്ട്സ്, പിന്നെ സർക്കുലർ പെർമ്യൂട്ടേഷൻ, അതുപോലെ തന്നെ ടോട്ടൽ നമ്പർ ഓഫ് കോമ്പിനേഷൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഡി അറേഞ്ച്മെന്റ്, ഗ്രിഡ് ആൻഡ് ജോമെട്രിക്കൽ പ്രോബ്ലംസ്, ലാസ്റ്റ് വൺ ആയിട്ട് പ്രോബബിലിറ്റി ആണ് അവിടെ കോമ്പിനാറ്റോറിക്സിന്റെ കേസ് എന്ത് ചെയ്യുന്നത് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പ്ലെയിൻ ജോമെട്രിയിലോട്ട് പോകുന്ന സമയത്ത് ജോമെട്രിയിൽ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ തന്നെ അവിടെ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയേണ്ട ഒരു കാര്യം, IOQM ജോമെട്രി ഹെവിലി ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്ക് പ്രീവിയസ് പേപ്പേഴ്സ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, നല്ല ഹെവി ലെവൽ ഓഫ് ക്വസ്റ്റ്യൻസ് ജോമെട്രി റിലേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാറുണ്ട്, IOQMൽ വരാറുണ്ട്. സോ ജോമെട്രി ഇൻട്രസ്റ്റ് ഉള്ളവരാണെങ്കിൽ ആ ഒരു ഏരിയ കൃത്യമായിട്ട് ഇൻഡെപ്ത് പഠിച്ചു പോകാൻ വേണ്ടി ശ്രമിക്കുക. കാരണം നല്ല രീതിയിൽ ജോമെട്രി പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു പരിധി വരെ നിങ്ങൾക്ക് IOQM ക്വാളിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. സോ ഫസ്റ്റ് വൺ ഇൻട്രൊഡക്ഷൻ ടു യൂക്ലിഡ് ജോമെട്രി ആണ് വരുന്നത്. നെക്സ്റ്റ് ട്രയാങ്കിൾസിനെ കുറിച്ച്, ക്വാഡ്രിലാറ്ററൽസിനെ കുറിച്ചൊക്കെ നമുക്ക് അവിടെ പഠിക്കാൻ വരുന്നുണ്ട്. നെക്സ്റ്റ് ഏരിയ ഓഫ് പാരലലോഗ്രാംസ് ആൻഡ് ട്രയാങ്കിൾസ് വരുന്നുണ്ട്. അതിനുശേഷം MPG അതായത് മാസ് പോയിന്റ് ജോമെട്രി വരുന്നുണ്ട്. സർക്കിൾസ്, അതുപോലെ തന്നെ സീക്കൻഡ് ആൻഡ് ടാൻജന്റ് വരുന്നുണ്ട്. ലാസ്റ്റ് വൺ ആയിട്ട് സർഫസ് ഏരിയാസ് ആൻഡ് വോളിയംസ് ആണ് നമുക്ക് അവിടെ വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് ട്രിഗണോമെട്രി റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് അതിന്റെ ബേസിക് ഫംഗ്ഷൻസ്, അതുപോലെ തന്നെ അത് റിലേറ്റ് ചെയ്തിട്ടുള്ള ബേസിക് ഐഡന്റിറ്റീസ്, അതുപോലെ തന്നെ സയൻസ് ഓഫ് ന്യൂ ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഇൻ ഡിഫറെന്റ് ക്വാഡ്രൻസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് അറിയുന്നത് പോലെ സൈൻ, കൊസൈൻ ഫോർമുലാസ്, ഒരുപാട് ഫോർമുലാസ് കാര്യങ്ങളൊക്കെ നമ്മൾ ട്രിഗണോമെട്രിയിൽ പഠിക്കുന്നുണ്ട്. അത് അവിടെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. നെക്സ്റ്റ് റേഡിയസ് ഓഫ് സർക്കം സർക്കിൾ, അതുപോലെ തന്നെ ഇൻ സർക്കിൾ, അതുപോലെ തന്നെ ആംഗിൾ ഓഫ് എലവേഷൻ ആൻഡ് ഡിപ്രഷൻ എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ട്രിഗണോമെട്രിയിലും പഠിക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഓക്കെ, കോർഡിനേറ്റ് ജോമെട്രിയിൽ നമുക്ക് ഫസ്റ്റ് ടോപ്പിക് ആയിട്ട് വരുന്നത് ഇൻട്രൊഡക്ഷൻ ടു കോർഡിനേറ്റ് ജോമെട്രി ആണ്. അതിനുശേഷം ഏരിയ ഓഫ് ട്രയാങ്കിൾ ആൻഡ് ക്വാഡ്രിലാറ്ററൽസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇക്വേഷൻ ഓഫ് സ്ട്രെയിറ്റ് ലൈന്, ഇക്വേഷൻ ഓഫ് സർക്കിൾ, ലോക്കസ്, ഇങ്ങനെയുള്ള ടോപ്പിക്സ് ഒക്കെ നമുക്ക് കോർഡിനേറ്റ് ജോമെട്രിയുടെ അണ്ടറിലായിട്ട് വരുന്നുണ്ട്. ഓക്കെ, ഇനി ഇനീക്വാളിറ്റീസിന്റെ കേസിലോട്ട് വരുന്ന സമയത്ത് നമുക്ക് മോഡുലസ് ഫംഗ്ഷൻസ് വരുന്ന ഇനീക്വാളിറ്റി, അതുപോലെ തന്നെ ലോഗരിതമിക് ഇനീക്വാളിറ്റി, എക്സ്പോണൻഷ്യൽ ഇനീക്വാളിറ്റി, അതുപോലെ തന്നെ RMS, AM, GM, HM ഒക്കെ റിലേറ്റ് ചെയ്തിട്ടുള്ള ഇനീക്വാളിറ്റീസ്, അതുപോലെ തന്നെ പല ഡിഫറെന്റ് ടൈപ്സ് ഓഫ്, അതായത് ഇതിലൊന്നും പെടാത്ത കുറച്ച് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇനീക്വാളിറ്റിയും നമുക്ക് ആ ഒരു ടോപ്പിക്കിൽ പഠിക്കാനായിട്ടുണ്ട്. സോ നമ്മൾ ടോപ്പിക്കിനെ കുറിച്ചാണ് ഇത്രയും മെൻഷൻ ചെയ്തത്, അതായത് എന്തൊക്കെ സിലബസ്, എന്തൊക്കെയാണ് ആക്ച്വലി നമുക്ക് IOQM ടെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പൊ ഇത് കൂടാതെ നമുക്ക് കുറച്ച് ഔട്ട് ഓഫ് സിലബസും എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. അത് അവർ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ജസ്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. സോ ഇതാണ് മേജർലി ഈ ഒരു 5 ടോപ്പിക്സ് പഠിച്ചവർക്ക് ഈസിലി നിങ്ങൾക്ക് IOQM ക്വാളിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ മിനിമം നിങ്ങൾ ഒരു 1-2 ടോപ്പിക് എങ്കിലും ഇൻഡെപ്ത് ആയിട്ട്, ഇപ്പൊ നമ്മൾ 5 മേജർ ഏരിയാസ് ആണ് പറഞ്ഞത്, അതിലൊരു 1-2 ടോപ്പിക് എങ്കിലും ഇൻഡെപ്ത് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച്, ഇപ്പോൾ ഒരു 8th, 9th, 10th പഠിക്കുന്ന കുട്ടിനെ സംബന്ധിച്ച് അവർക്ക് ചിലപ്പം എല്ലാ ടോപ്പിക്സും ഇൻഡെപ്ത് ആയി പഠിക്കുക എന്നുള്ളത് ചിലപ്പോൾ പോസിബിൾ ആയിരിക്കില്ല. സോ അവർക്ക് കഴിയുന്ന രൂപത്തിൽ അവർക്ക് ഇൻട്രസ്റ്റിനനുസരിച്ച് എന്ത് ചെയ്യുക, കൂടുതൽ ടോപ്പിക്സ് ഇൻഡെപ്ത് ആയി പഠിച്ച് IOQMന് വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, എക്സാമിന് തയ്യാറെടുക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നമ്മളൊരു 8th, 9th, 10th കുട്ടിനെ സംബന്ധിച്ച് ഒരു ഹയർ സെക്കൻഡറി ലെവൽ കഴിഞ്ഞ ഒരു കുട്ടി എങ്ങനെയാണോ JEE ചെയ്യുന്നത് അതിനേക്കാളും ടഫർ ആണ് ആക്ച്വലി ഒരു 8th, 9th, 10th കുട്ടിനെ സംബന്ധിച്ച് ഈ IOQM എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. സോ നിങ്ങൾക്ക് ആ ഒരു ഡിഫിക്കൽറ്റി ലെവൽ എത്രത്തോളം എന്ന ആ ഒരു കാര്യത്തിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. സോ ആ രീതിയിൽ എക്സാമിനെ കാണാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു, ലാസ്റ്റ് ഇയർ ഓൾമോസ്റ്റ് 17% ആണ് നിങ്ങൾക്ക് കേരള റീജിയനിൽ IOQM ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. സോ എത്രത്തോളം ഡിഫിക്കൽട്ട് ആണെന്നുള്ളത് നിങ്ങൾക്ക് ആ ഒരു സ്റ്റാറ്റ്സിന് തന്നെ മനസ്സിലാവും. സോ അതിനനുസരിച്ച് നിങ്ങൾ പ്രിപ്പറേഷൻ കൊണ്ടുപോവുക. ഇപ്പോൾ തന്നെ ആ ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെക്കുക, എന്താണ് നിങ്ങൾ ആക്ച്വലി നേടേണ്ടത്, എന്തൊക്കെ നിങ്ങൾ പഠിക്കണം എന്നുള്ള കാര്യങ്ങൾക്ക് കൃത്യമായിട്ടൊരു ഗോൾ ഉണ്ടാക്കി വെക്കുക. നിങ്ങളെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ അതിന് മാക്സിമം നല്ലൊരു രീതിയിൽ തന്നെ അറ്റംപ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ലാസ്റ്റ് ഇയർ നമ്മുടെ എക്സാം ബൈക്ക് ഉണ്ടായിരുന്ന റിസൾട്ട്. ഇപ്പൊ IOQM ക്വാളിഫൈ ചെയ്ത സ്റ്റുഡൻസിന്റെ ആണ് നമുക്ക് ഈ ഒരു പിക്ചറിൽ നിങ്ങൾ കാണാൻ വേണ്ടി പറ്റും. 6 സ്റ്റുഡൻസ് ആണ് നമുക്ക് മെയിൻ ആയിട്ട് IOQM ക്വാളിഫൈ ചെയ്തവരുണ്ടായിരുന്നത്. അതുപോലെ തന്നെ നമുക്ക് IOQM 2024 5 ക്വാളിഫയേഴ്സ് ആണ് നമുക്ക് ഉണ്ടായിരുന്നത്. അപ്പൊ ലാസ്റ്റ് ഇയറിലൊക്കെ നല്ല റിസൾട്ട് ആണ് നമ്മൾ നമുക്ക് ഉണ്ടായിരുന്നത്. സോ ഈ ഇയറിൽ അതിനേക്കാളും കൂടുതൽ നമ്മൾ റിസൾട്ട് ഉണ്ടാക്കേണ്ടതുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം, അതിനു വേണ്ടിയിട്ട് വർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ നമ്മൾ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്തു, ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. യു ക്യാൻ ആക്സസ് ദാറ്റ്.
അപ്പോൾ എക്സ് ആൻഡ് വൈയിൽ നിന്നുള്ള RMO ക്വാളിഫയേഴ്സിന്റെ പിക്ചറാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. ഞാൻ ഓൾറെഡി നേരത്തെ മെൻഷൻ ചെയ്തതുപോലെ തന്നെ എക്സ് ആൻഡ് വൈക്ക് നല്ല രീതിയിലുള്ള റിസൾട്ട് ആണ് പാസ്റ്റ് ഇയേഴ്സിൽ ഒളിമ്പ്യാഡ്സിൽ ഉണ്ടായിരുന്നത്. സോ ഇക്കൊല്ലം നിങ്ങൾക്കും ഇതേ രീതിയിൽ നല്ല റിസൾട്ട് അച്ചീവ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ അതിനുള്ള ഫ്രീ ക്ലാസ്സസ് നമ്മൾ കൃത്യമായിട്ടുള്ള കൺസെപ്റ്റിന്റെയും അതുപോലെ തന്നെ ഓരോ കൺസെപ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലത്തിന്റെയും വീഡിയോസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ എക്സ് ആൻഡ് വൈ ഒളിമ്പ്യാഡ്സ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. സോ യു ക്യാൻ ജസ്റ്റ് ചെക്ക് ഔട്ട് ദി ചാനൽ ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് അവർ ഒളിമ്പ്യാഡ് ചാനൽ. അതുപോലെ തന്നെ ഇനി നിങ്ങളാണ് ഇത് മുന്നോട്ടേക്ക് നയിക്കാനുള്ളത്. നല്ല രീതിയിൽ IOQM എക്സാമിന് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ പ്രത്യേകം മെൻഷൻ ചെയ്യാനുള്ളത്, ആരെങ്കിലും അപ്ലൈ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ജൂലൈ 25th ആണ് ലാസ്റ്റ് ഡേ വരുന്നത്. കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. സോ ലെറ്റ്സ് ഫ്ലൈ ഹൈ വിത്ത് എക്സ് ആൻഡ് വൈ. അടുത്തൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.